നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഓണറിന് ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം. മറ്റേ ഇൻസ്റ്റാഗ്രാമിന്റെ താഴെയോ ഒരു ബൂസ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊണ്ടും എനിക്കിതിനെ റീച്ച് ചെയ്യിക്കാൻ പറ്റില്ലേ? വൈ ഞാൻ പിന്നെ എന്തിനാ ഈ ഒരു ഏജൻസിനെയോ അല്ലെങ്കിൽ വോക്കിനെ പോലെ ഒരു ഏജൻസിനെ ഏൽപ്പിക്കുക നമ്മൾ ചിന്തിക്കാൻ കാരണമായേക്കാം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളോട് എൽദോടെ കമന്റ് എന്തായിരിക്കും? അതിപ്പോ ബൂസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, അത് തെറ്റില്ല, അതുകൊണ്ടാണല്ലോ ആ ഫീച്ചർ അവരോട് കൊടുത്തേക്കുന്നത്. അത് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉള്ള ഒരു ക്ലയന്റ് ആണ്. ഒരു എക്സാമ്പിൾ, ഞാനൊരു പുതിയ ഒരു സ്റ്റാർട്ടപ്പ് ആണ്, എനിക്ക് അതിന് മാത്രം പൈസയൊന്നും സ്പെൻഡ് ചെയ്യാനില്ല, എൻ്റെ കയ്യിൽ ഒരു 10,000 rupees ആണ് മന്ത്ലി സ്പെൻഡ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബൂസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല ആക്ച്വലി. കാരണം അവർ അതിനാണല്ലോ ഫീച്ചർ കൊടുത്തേക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ 10,000 സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു 2 lakhs ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് അല്ല അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ബൂസ്റ്റ് അല്ല, ഒരിക്കലും അല്ല. കാരണം നിങ്ങൾ അവിടെ അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജി കൃത്യമായിട്ട് വർക്ക് ചെയ്യണം ആക്ച്വലി. കാരണം നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഫണൽ സിസ്റ്റം എന്ന് പറയുമല്ലോ, നമ്മളിപ്പം ആ സെയിൽസ് ഫണൽ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആദ്യം തന്നെ ആ ഫണൽ സിസ്റ്റം എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. എക്സാമ്പിൾ ഇപ്പോൾ ബ്രാൻഡ് അവയർനെസ് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്ത ശേഷം ആ ഫസ്റ്റ് ഫണല് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഓഡിയൻസിനെ മാത്രമായിരിക്കും കാണിക്കുന്നത്. ഞാൻ മറ്റേടെ കേസാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് ആ പർട്ടിക്കുലർ ആഡോ അല്ലെങ്കിൽ വീഡിയോയോ കാണാത്ത ഒരാളായിരിക്കും നമ്മൾ ആദ്യം മാക്സിമം കാണിക്കുക. അവിടെ മാക്സിമം ബ്രോഡ് ആയിരിക്കും ഓഡിയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി. അതിന്റെ ഒരു മിഡിൽ ഫണലിലേക്ക് വരുമ്പം നമ്മുടെ വീഡിയോയോ നമ്മുടെ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റോ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു യൂസറെ അവിടെ ഒന്നും കൂടെ നമ്മൾ ഫിൽട്ടർ ഓൺ ചെയ്യും ആക്ച്വലി. അതായത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസിനെ മാത്രം ട്യൂൺ ചെയ്തിട്ട് ഒരു മിഡിലിൽ നമ്മൾ കാണിക്കും ആക്ച്വലി. ലാസ്റ്റ് ഫണലിൽ വരുമ്പോഴാണ് റിയൽ കൺവേർഷൻ നമ്മൾ ചെയ്യുക. അതെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ റീടാർഗറ്റ് ആയിരിക്കും ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസ്യൂമറെ മാത്രം കാണിച്ചിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുക. ഓരോ ഫണലിലും ചിലപ്പോൾ മൾട്ടിപ്പിൾ അഡ്വർടൈസ്മെന്റുകൾ ഓടുന്നുണ്ടാവും. അതിന്റെ ഓഡിയൻസ് ചിലപ്പം നമ്മൾ A/B ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഡിഫറെന്റ് ക്രിയേറ്റീവ്സും ഡിഫറെന്റ് ഓഡിയൻസും വെച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്ററെയോ ആവശ്യമുണ്ട്. അപ്പൊ വെറുതെ ഒരു ബൂസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും എൽദോ പറയുന്ന സംഭവം നടക്കും, പക്ഷെ ചിലപ്പോൾ സ്പെസിഫിക്കലി നടക്കണമെന്നില്ല.